ഹായ്, നിങ്ങളവരെ കിട്ടണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവരെ കിട്ടി. ശേഷം പലപ്പോഴായി നിങ്ങളിത് വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. നേടിക്കഴിഞ്ഞ ശേഷം മുതൽ നിങ്ങൾ ജീവിക്കുന്നത് അവരുടെ തീരുമാനങ്ങളിലും അവർ വരച്ച വരയിലൂടെയുമാണ്. അപ്പോൾ മുതൽ നിങ്ങൾ ജീവിതം അഭിനയിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കയ്യിൽ കിട്ടിയിട്ട് പോലും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. കൈ വന്നു ചേർന്നതല്ല, അകപ്പെട്ടു പോയതുപോലെ തോന്നും. അവരുടെ ഉള്ളിൽ നമ്മളൊരു ബാധ്യതയാണെന്ന് അവർ പറയാതെ പറയുകയും കാണിക്കാതെ കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ മാറിക്കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് സങ്കടമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ, അവർക്കൊരു ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മളൊരു തടസ്സമായി നിൽക്കുന്നത്? സങ്കടമൊക്കെ കാണും, പക്ഷെ അവിടെയും അഭിനയിക്കരുത്. കരഞ്ഞു തീർക്കണം. ആരും സമാധാനിപ്പിക്കാൻ വരുമെന്ന് കരുതരുത്. തനിച്ചിരിക്കലാണ് പലപ്പോഴും ഏറ്റവും നല്ല ഒരു മരുന്ന്. അഭിനയ മികവ് കാഴ്ചവെച്ചത് കൊണ്ടും കേട്ടും കൂടെ ഒരു ശരീരം മാത്രമായിരിക്കുന്നുണ്ടെങ്കിൽ, ആത്മാവ് മറ്റെവിടെയോ ആണെങ്കിൽ എത്രയും നല്ലത് തനിക്ക് ആരുമില്ലെന്ന ഉത്തമ വിചാരത്തിൽ തനിച്ചിരിക്കലാണ്. തനിച്ചിരുന്നിട്ട് ഓർമ്മകളെല്ലാം ഓരോന്നായി ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിൽ തലച്ചോറിൽ റെക്കോർഡ് ചെയ്ത പോലെ ഡിലീറ്റ് ചെയ്യാൻ മനുഷ്യൻ ഒരു യന്ത്രമൊന്നുമല്ല. ചോരയും നീരും മാംസവും മജ്ജയുമുള്ള ഒരു ജീവിയാണ്. എന്നിരുന്നാലും ഈ ജീവിയുടെ ഡിലീറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്തേ മതിയാവും. കാരണം നമ്മൾ ലൈഫിൽ ഒരു കുളിർമ കിട്ടിയപ്പോൾ അതിൻ്റെ തണലിൽ ഇരിക്കാൻ മോഹിച്ചവരായിരുന്നു. പക്ഷേ പിന്നീട് വെയിൽ വരാൻ തുടങ്ങിയപ്പോൾ ആ തണൽ ആശ്വാസമാകും എന്ന് കരുതി വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നാൽ വെയിൽ വന്ന് അവിടമാകെ ചുട്ടുപൊള്ളിച്ചപ്പോൾ ആ തണൽ തന്നിരുന്നവരും വെയിലിനോടൊപ്പം ചേർന്ന് നമ്മെ ചുട്ടുപൊള്ളിച്ചു. വെയിലിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ മാറിയിരുന്നത്. ഇനി ആ തണൽ തന്നിരുന്ന ഓർമ്മകൾ മായ്ച്ചേ മതിയാവൂ. ഒരു കാര്യം സുഹൃത്തെ, നിന്നെ അവർ തേടി വന്നത് അവരുടെ ആവശ്യത്തിനായിരുന്നു, അല്ലാതെ നിനക്കൊരു കൂട്ടുതരാൻ വേണ്ടിയായിരുന്നില്ല. നീ ഒറ്റക്കായതുകൊണ്ടായിരുന്നില്ല. അവർ തനിച്ചായപ്പോൾ അവർക്ക് കൂട്ടിനു വേണ്ടിയായിരുന്നു അവർ വന്നത്. ഇപ്പോൾ അവർക്ക് പുതിയ ഒരാളെ കൂട്ടിന് കിട്ടിയിരിക്കുന്നു. ഇനി നീ അവർക്ക് ബാധ്യതയാണ്. അതാണ് അവർ പറയാതെ പറയുന്നത്. അത് നീ കേൾക്കാതിരിക്കരുത്. അവർ നിന്നെ ആഗ്രഹിച്ചിരുന്നതിൻ്റെ ആവശ്യങ്ങൾ അവർ നേടിക്കഴിഞ്ഞു. നീ ആഗ്രഹിച്ചിരുന്നത് എല്ലായ്പ്പോഴും നീയായി ജീവിക്കാനായിരുന്നു. എന്നാൽ അവർ വന്നതു മുതൽ അവർക്കായി ജീവിക്കുന്ന നീ നിന്നെ മറന്നു. പല ബന്ധങ്ങളും അവർക്ക് വേണ്ടി ഇല്ലാതാക്കി. പല ഇഷ്ടങ്ങളും അവരുടെ മാത്രം ഇഷ്ടങ്ങളിലേക്ക് ചുരുക്കി. പല മോഹങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ മണിച്ചിത്രത്തായിട്ട് പൂട്ടി. അവസാനം നീ എന്ന നിന്നെ മാത്രം നിനക്ക് നഷ്ടപ്പെട്ടു. അവിടെ നിന്നാണ് നീ നിന്നെ തപ്പി നടക്കുന്നത്, തപ്പിപ്പിടിച്ച് തിരയാനിറങ്ങിയിരിക്കുന്നത്. ഏറെ നാളത്തെ ചിന്തകൾക്കിപ്പുറം നീ നിനക്ക് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. നിന്നെ ഇനി നീ കണ്ടെത്തി കഴിഞ്ഞു. ഇനി പുതിയ ഒരു ഉണർവായി നീ ഉണരണം. മറന്നുപോയ ദിനരാത്രങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളെ ഓർത്ത് വീണ്ടും വീണ്ടും തലയിണ നനയാനോ ഉറക്കം നഷ്ടപ്പെടാനോ പാടില്ല. പുതിയ നീ, പുതിയ ചിന്ത, പുതിയ പകലുകൾ, രാവുകൾ. നിനക്ക് എത്തിപ്പെടാനൊരു ലക്ഷ്യം വേണം. അതിനുവേണ്ടി നീ മാക്സിമം എഫേർട്ട് എടുക്കണം. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഒടുവിൽ ആ ലക്ഷ്യം നിന്നിൽ എത്തിച്ചേരുമ്പോൾ കൈവിരൽ വിടുവിച്ചവർ സ്വന്തം കൈവിരൽ കടിക്കണം. വെറും കല്ലെന്ന് കരുതി ദൂരെ എറിഞ്ഞത് വിലമതിക്കാനാവാത്ത മാണിക്യമുത്തായിരുന്നുവെന്നവർ ഖേദിക്കണം. നീ ട്രൈ ചെയ്യ് നിന്റെ മാക്സിമം. നിനക്ക് പറ്റും. നീ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ഈ ലോകം പോലും നിന്റെ കൂടെ നിൽക്കും. ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ. ബൈ മോട്ടിവേഷൻ മലയാളം.